ഗ്രാമത്തിൽ നിന്നും ഏകദേശം കഷ്ടിച്ച് 1/2 മൈലോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വനത്തിലൂടെ ഒഴുകിയെത്തുന്ന ഒരു അരുവിയുടെ തീരത്തേക്ക് എത്തിച്ചേരാം. ധാരാളം മത്സ്യസമ്പത്താണ് ആ അരുവിയിലുള്ളത്. ഗ്രാമത്തിൽ നിന്നും പലരും ആ അരുവിയിലേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി വരാറുണ്ട്. രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ ശേഷവുമാണ് അങ്ങനെ അവർ ആ അരുവിയുടെ തീരത്തേക്ക് എത്താറ്. അവിടെ എത്തുന്നവരെ ഒരിക്കലും ആ അരുവി നിരാശരാക്കി മടക്കി അയക്കാറില്ല. ധാരാളം മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടാണ് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങുക. അങ്ങനെ ഒരു ദിവസം 2 ഗ്രാമീണർ അവിടേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി എത്തി ആ അരുവിയുടെ തീരത്തേക്ക്. അവർക്ക് ഏകദേശം 20-നോടടുപ്പിച്ച് മാത്രമേ പ്രായം കാണുകയുള്ളൂ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അരുവിയുടെ തീരത്ത് നിന്നും മാറി മാറി അവർ രണ്ടുപേരും മീൻ പിടിക്കുവാൻ വേണ്ടി ആരംഭിച്ചു. ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും അവർ കൊണ്ടുവന്ന കൊട്ടകളിൽ മീൻ നിറഞ്ഞു. അതുപോലെ അവരുടെ മനസ്സും നിറഞ്ഞു. പിടികൂടിയ മീനുകളെയെല്ലാം അവർ കൊട്ടയിലാക്കി തങ്ങളുടെ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. ഗ്രാമവും വനവും ഇരുട്ട് മൂടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവരുടെ കൈവശം കരുതിയിരുന്ന ഒരു ചെറിയ തീപ്പന്തത്തിൽ അവർ തീ കത്തിച്ചു. അതും പിടിച്ച് കഥകളെല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് പോകുന്ന വനപാതയിലൂടെ അവർ നടന്നു. ഏകദേശം അരുവിയിൽ നിന്നും 1/2 മൈലുകൾ അവർ പിന്നിട്ട് കാണണം. വനപാതയിലൂടെ നടക്കുമ്പോഴുള്ള കാലടി ശബ്ദമല്ലാതെ, അതായത് അവരുടെ കാലടി ശബ്ദമല്ലാതെ മറ്റാരുടെയോ കാലടി ശബ്ദം കൂടി അവർ കേൾക്കുവാൻ ഇടയായി. പെട്ടെന്ന് അവർ അവരുടെ നടത്തം അവസാനിപ്പിച്ചു. കൊടുന്നനെ അവർ കേട്ടിരുന്ന ആ കാലടി ശബ്ദവും അവസാനിച്ചു. രണ്ടുപേരും മുഖാമുഖം നോക്കി. തീപ്പന്തം കത്തിച്ചുകൊണ്ട് അവർ ചുറ്റുപാടും ഒന്ന് വീശി നോക്കി. യാതൊന്നും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. വീണ്ടും അവർ മുന്നിലേക്ക് നടന്നു. അവരെ പിന്തുടർന്നുകൊണ്ട് വീണ്ടും ആ കാലടി ശബ്ദം അവരുടെ കാതുകളിലെത്തി. ഭയം ഇരുവരുടെയും മുഖത്ത് നിഴലിച്ച് കാണാമായിരുന്നു. ഗ്രാമത്തിൽ നിന്നും കേട്ട പല കെട്ടുകഥകളുമാണ് അതിന് കാരണം. വനത്തിൽ അലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കളുടെ കഥകൾ. അവരുടെ ഭയത്തിന് വിരാമം ഇട്ടുകൊണ്ട് വനപാതയുടെ വശത്ത് വളർന്നു നിൽക്കുന്ന വനത്തിൽ നിന്നും നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് ഒരു മുരളൽ എത്തി. അതിൽ തന്നെ കാര്യം വ്യക്തമായിരുന്നു. ഭയം ഇരട്ടിച്ചു. അവർ പരസ്പരം നോക്കി. അപ്പോഴേക്കും അതും അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തീപ്പന്തം കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നവന്റെ മുകളിലേക്ക് ഒരു പുലി വനത്തിൽ നിന്നും ചാടി വീണിരിക്കുന്നു. വാഴിയിലൂടെ പൊങ്ങി വന്ന അവന്റെ കൂർത്ത കോമ്പലുകൾ പതിഞ്ഞിരിക്കുന്നത് തൻ്റെ സുഹൃത്തിൻ്റെ കഴുത്തിലേക്കാണ്. താഴെ വീണ് കിടന്നിരുന്ന തീപന്തത്തിൻ്റെ വെളിച്ചത്തിൽ അത് വ്യക്തവും ദൃഢമാർന്നതുമായി കാണുവാനും തൻ്റെ സുഹൃത്തിന് കഴിഞ്ഞിരുന്നു. കൈകാലുകൾ നിലത്തിട്ടടിച്ച് ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന കാഴ്ച. ഒരു ദാക്ഷിണ്യമില്ലാതെ ആ ക്രൂരനായ പുലി തൻ്റെ നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്ന കാഴ്ച. അലറി വിളിക്കുന്ന സുഹൃത്തിൻ്റെ ദയനീയ ഭാവം. എന്നാൽ അവനൊന്നും ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്നും നിലവിളിച്ചുകൊണ്ട് തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. താൻ കൊലപ്പെടുത്തിയ ഇരയുടെ കഴുത്തിൽ നിന്നും തൻ്റെ കൂർത്ത കോമ്പലുകൾ എടുത്ത ശേഷം ഓടിപ്പോകുന്ന ഇരയുടെ നേരെ ആ പുലി ഗർജിച്ചുകൊണ്ട് ക്രുദ്ധനായി ഓടിയെടുത്തു. എന്നാൽ എങ്ങനെയൊക്കെയോ അയാൾ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഏകദേശം 1 മൈലോളമാണ് അവൻ നിർത്താതെ നിലവിളിച്ചുകൊണ്ട് ഓടിയത്. കുറച്ചു ദൂരം ആ പുലി അവനെ പിന്തുടർന്ന ശേഷം തൻ്റെ ഇരയിലേക്ക് മടങ്ങിപ്പോയേക്കാം. പുലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആ ഗ്രാമീണൻ ഓടിയെത്തിയത് ഗ്രാമത്തിലാണ്. അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ആളുകൾ അവിടേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും ഗ്രാമം പൂർണ്ണമായും ഇരുട്ട് വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലെ സർപ്പഞ്ചും, അതായത് ഗ്രാമത്തിലെ തലവനും ഗ്രാമീണരും അവിടേക്ക് എത്തി. കാര്യം എന്താണെന്ന് തിരക്കി. എന്നാൽ അതൊന്നും പറയുവാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവൻ. ഇത്രയും നേരം നീണ്ടുനിന്ന ആ നിർത്താതെയുള്ള ഓട്ടം വന്ന് അവസാനിച്ചത് ഗ്രാമത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? അവരൊക്കെ വന്നപ്പോഴേക്കും അവൻ അവിടെ തളർന്നു വീണ് കഴിഞ്ഞിരുന്നു. പിന്നെ ആരൊക്കെയോ ചേർന്ന് അവനെ പൊക്കിയെടുത്ത് ഗ്രാമത്തിൻ്റെ നടുത്തളത്തിൽ നിൽക്കുന്ന വലിയ മരത്തിൻ്റെ തിട്ടയിലേക്ക് കൊണ്ടു കിടത്തി. അവന് വീശുകയും വെള്ളം കൊടുക്കുകയും എല്ലാം ചെയ്തു. എന്നിട്ട് കാര്യം തിരക്കി. അവൻ പറഞ്ഞ കാര്യം കേട്ട് അവിടുത്തെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. പലരും കോപം കൊണ്ട് ജ്വലിച്ചു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ആനമല കാടുകളിൽ അരങ്ങേറിയ ഒരു പുലിയുടെ നരവേട്ടയുടെ കഥയാണ്. അതിനെ കൊലപ്പെടുത്തിയ ആനമല തമ്പിയുടെ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ.
15,000 സ്ക്വയർ കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വനത്തിൽ ആനകളും പുലികളും കടുവകളും ചെന്നായ്ക്കളും മയിലുകളും മാനുകളും എല്ലാം നിറഞ്ഞ ഒരു വനമാണ്. ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ ആനമലൈ വന്യജീവി സംരക്ഷണ കേന്ദ്രം മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു. ഈ വനം വ്യാപിച്ചു നിൽക്കുന്നത് പൊള്ളാച്ചിയിലെ ആനമല കുന്നുകൾക്കും കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറയ്ക്കും തമിഴ്നാടിന്റെ ഭാഗമായ തിരുപ്പൂർ ജില്ലയിലെ പുതുമലപേട്ടയിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിനു മുന്നേ ചെയ്ത് നമ്മുടെ പല കഥകളിലുമായി ആനമല വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് വനത്തെ പറ്റിയുള്ള വർണ്ണന നിർത്തുകയാണ്. കഥയിലേക്ക് പോവുകയാണ്. ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് പ്രകാരം കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലും വനത്തിലേക്ക് പോയി ചുള്ളിക്കമ്പുകളും തേൻ ശേഖരണവുമൊക്കെയാണ്. തേൻ ശേഖരിക്കേണ്ട ഭാഗമായി പല ആളുകളും വനത്തിലേക്ക് പോകാറുണ്ട്. ഇവർ മാത്രമല്ല വനത്തിലേക്ക് തേൻ ശേഖരിക്കുവാൻ വേണ്ടി പോകുന്നത്. അക്കാലങ്ങളിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഊരിൽ നിന്നുമുള്ള പല ആളുകളും ഇതുപോലെ തേൻ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോകാറുണ്ട്. അവരുടെയും പ്രധാന ഉപജീവന മാർഗം എന്നത് തേൻ ശേഖരണവും വനത്തിലെ കാട്ടുകിഴങ്ങുകളും പഴങ്ങളും ശേഖരണവുമൊക്കെയാണ്. കൂടാതെ വേട്ടയും. ഒരിക്കൽ ഗ്രാമത്തിൽ നിന്നും 3 പേർ തേൻ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോയിരുന്നു. വനത്തിനുള്ളിൽ വെച്ച് അവർ 3 ദിശയിലേക്ക് പിരിഞ്ഞു പോയി. അതിലൊരാൾ പറഞ്ഞ കഥയാണ് ഇനിയും നമ്മൾ പറയുവാൻ പോകുന്നത്. വനത്തിനുള്ളിലൂടെ ഏറെ ദൂരം അയാൾ സഞ്ചരിച്ചു. വനത്തിനുള്ളിലെ പുതിയ തേൻ ശേഖരണങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടിയായിരുന്നു അയാൾ ഇങ്ങനെ വനത്തിനുള്ളിലൂടെ അലഞ്ഞു നടന്നത്. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ അയാൾ 2-3 തേൻകൂടുകൾ കണ്ടെത്തി അതിൽ നിന്നും തേൻ തൻ്റെ മുളയിലേക്ക് സംഭരിച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും മറ്റ് തേൻകൂടുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അയാൾ വനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു കാഴ്ച അയാൾ കണ്ടത്. തൻ്റെ മുന്നിൽ അങ്ങകലെയായി ഒരൊറ്റയാൻ തനിക്ക് നേരെ നടന്നു വരുന്ന കാഴ്ചയായിരുന്നു അത്. അയാൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഭയന്നു. അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് അയാൾ പതിയെ വലിഞ്ഞു കയറി. മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ശിഖരത്തിൽ അയാൾ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന സമയം അയാൾക്ക് വ്യക്തമായി തന്നെ കാട് കാണുവാൻ സാധിക്കുമായിരുന്നു. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ആനയും അതിന് അവിടെ നിന്നും കുറച്ചു ദൂരം മാറി ഒരു ആനക്കൂട്ടവും പോകുന്നതും കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും അയാൾക്ക് മനസ്സിലായി ഇത് ഒറ്റയാനല്ല, കൂട്ടം തെറ്റിപ്പോകുന്ന ഒരാനയാണെന്ന്, അല്ലെങ്കിൽ കൂട്ടം മാറി നടക്കുന്ന ഒരാനയാണെന്ന്. ആനയ്ക്ക് ഒരു മാർഗതടസ്സം ഉണ്ടാക്കാതെ തനിക്ക് അത്യാഹിതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ആന പോകുന്നതുവരെ ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ആനയുടെ ചലനങ്ങൾ അത്രയും സസൂക്ഷ്മം അയാൾ മരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിച്ചു. പതിയെ ആന നടന്നു പോകുന്നത് തൻ്റെ കൂട്ടത്തിലേക്ക് ചേരുവാൻ വേണ്ടിയാണ്. അയാൾ ആകാംക്ഷയോടെ അത് നോക്കിയിരുന്നു. കൊടുന്നനെ ഒരു സംഭവം അവിടെ അരങ്ങേറി. അയാൾ നടന്നു പോകുവാൻ വേണ്ടി കരുതിയിരുന്ന വഴിയിലെ ഒരു വലിയ മരത്തിന് മുകളിൽ നിന്നും ഒരു പുലി ആനയുടെ മുകളിലേക്ക് ചാടി വീണിരിക്കുന്നു. അവൻ്റെ കൂർത്ത നഖങ്ങൾ ആനയുടെ ശരീരത്തിലേക്ക് ആഴത്തിലിറക്കി അതിനെ കടിച്ച് കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ആന കോപം കൊണ്ടായിരിക്കാം ആ പുലിയെ കുടഞ്ഞെറിയുവാനും തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി അടിക്കുവാനും ശ്രമിക്കുന്നു. ആനയുടെ അല്പനേരത്തെ പരിശ്രമം കൊണ്ട് തന്നെ ആ പുലി ആനയുടെ മുകളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീണു. ആന അവന് നേരെ കൊമ്പ് കുലുക്കിക്കൊണ്ട് ചെന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ പുലിക്ക് വാലുണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. ആ ക്രുദ്ധനായ പുലി ആ ആനയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആന പിന്തിരിഞ്ഞ് ആനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ആന ഓടി. എന്നിട്ടും വീഴാതെ ആ പുലിയും അതിന് പിന്നാലെ പാഞ്ഞു ചെന്നു. പിന്നീട് അവിടെ നടന്ന കാഴ്ച വളരെ വ്യക്തമൊന്നും ആയിരുന്നില്ല. എന്നാലും അവിടെ ഉയരുന്ന ശബ്ദം എനിക്ക് കേൾക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നു. ഒരു പുലിയുടെ ഗർജനവും ആനകളുടെ കൊലവിളികളുമായിരുന്നു അത്. പിന്നീട് പതിയെ അത് അവസാനിച്ചു. പുലി ദൂരേക്ക് ഓടി അകന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആനക്കൂട്ടങ്ങൾ പതിയെ നടന്നു നീങ്ങുന്നത് കാണാമായിരുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 20-25 അടി അകലത്തിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൽ ഒരു തേൻകൂട് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പസമയത്തിന് ശേഷം പതിയെ ഞാൻ നിലത്തേക്കിറങ്ങി ആ വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറുകയും കയ്യിൽ കരുതി വെച്ചിരുന്ന ഇലകൾ കൊണ്ട് നിർമ്മിച്ച പന്തിന് തീ കൊടുത്ത് പുകയാട്ടി തേനീച്ചകളെ അകറ്റി അതിൽ നിന്നും പതിയെ തേൻ ശേഖരിക്കുവാനും തുടങ്ങി. തേൻ ശേഖരിച്ച ശേഷം അതിന് താഴെ ഉണ്ടായിരുന്ന ഒരു ശിഖരത്തിലേക്ക് ഞാൻ ഇരുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ അവിടെ ഇരുന്നതും ആ പുലി അങ്ങ് ദൂരെ ഉണ്ടായിരുന്ന ഒരു തിട്ടയിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. ആ തിട്ടയുടെ അരികിലേക്ക് ആ പുലി പമ്മി ഇഴഞ്ഞു നീങ്ങുകയാണ്. എന്തിനെയോ പിടിക്കുവാൻ വേണ്ടിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ആ തിട്ടയ്ക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറി വന്നത് എൻ്റെ സുഹൃത്തായിരുന്നു. അവൻ ആ പുലിയെ കണ്ടിരിക്കുന്നു. അവൻ തിട്ടയ്ക്ക് താഴേക്ക് ഭയന്ന് വീണിരിക്കുന്നു. അവൻ്റെ മുകളിലേക്ക് ആ പുലിയും ചാടി വീണിരിക്കുന്നു. അവിടെ നിന്നും പിന്നെ ഉയർന്നു കേട്ടത് അവൻ്റെ നിലവിളികളാണ്.
ഞാൻ വളരെ വേഗം താഴേക്ക് ഇറങ്ങി. ഞാൻ ഗ്രാമം ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങി. ഞാൻ ശേഖരിച്ച തേൻ ആ മുളയുടെ മുകളിൽ നിന്നും നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. വളരെ വേഗം തന്നെ ഗ്രാമത്തിലേക്കെത്തി ഗ്രാമീണരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഗ്രാമത്തിലെ ആളുകളെയും കൂട്ടി ഞാൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ അവൻ്റെ ശരീരമോ ആ പുലിയോ കാണുവാനുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ വെച്ച് ആ പുലി തൻ്റെ ഇരയെ പിടികൂടിയെന്നത് വാസ്തവമാണ്. കാരണം അവൻ്റെ കൈവശമുണ്ടായിരുന്ന മുളയും അതിൽ നിന്നും ഊറിയിറങ്ങുന്ന തേനും വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചിരുന്നു. പിന്നീട് അവിടെ കണ്ട രക്തത്തുള്ളികളും ആ പുലി വലിച്ചിഴച്ചു കൊണ്ടുപോയ പാത പിന്തുടർന്ന് അല്പദൂരം പോയി എങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആ പാതയും പൂർണ്ണമായി ഇല്ലാതായി. പിന്നീട് അവിടെ വീണ രക്തത്തുള്ളികളുടെ അടയാളം വെച്ചുകൊണ്ട് കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് പോയി എങ്കിലും അതും അവസാനിച്ചതോടെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. വനത്തിലേക്ക് പോയ തേൻ ശേഖരിക്കുവാൻ പോയ ഒരുവനെയും കാണാതായിരിക്കുന്നു. അങ്ങനെ വനത്തിൽ തിരച്ചിൽ നടത്തിയ സമയമാണ് വനത്തിലെ ആദിവാസി ഊരിൽ നിന്നുമുള്ള ഒരുവനെ കാണുവാൻ ഇടയായത്. നടന്ന സംഭവം അവനോടും കൂടി പറഞ്ഞു. അവനാണ് ഞങ്ങളോട് ഈ കഥ പറയുന്നത്. ആ പുലിയുടെ കഥ, ആ ക്രൂരനായ വനത്തിലെ പിശാചിൻ്റെ കഥ. ആനമല കാടുകളിൽ ആ സമയങ്ങളിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഊരിലെ ആളുകൾക്ക് വേട്ടയാടുവാനുള്ള അനുമതി ഉണ്ടായിരുന്നു. തങ്ങളുടെ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചായിരുന്നു അവർ നായാടിക്കൊണ്ടിരുന്നത്. കാട്ടുപന്നികളെയും മാനുകളെയും മറ്റു മൃഗങ്ങളെയുമായിരുന്നു അവർ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ മാനുകളെ പിടികൂടുവാൻ വേണ്ടി അവർ പോകുന്ന സഞ്ചാരപാതയിൽ അവരൊരു ട്രാപ്പ് ഒരുക്കിയിരുന്നു. ആ ട്രാപ്പിനെ കുറിച്ച് അയാൾ വിശദമായി ഞങ്ങളോട് പറഞ്ഞു. വലിയ ഭാരമേറിയ ഒരു തടിയുടെ അറ്റത്ത് കയർ കെട്ടി അതൊരു മറ്റൊരു മരത്തിലേക്ക് വലിച്ച് ചുറ്റി വയ്ക്കും. അതിനുശേഷം അതിൽ നിന്നും വളരെ കനം കുറഞ്ഞ ഒരു കയർ മാനുകൾ പോകുന്ന സഞ്ചാരപാതയിലേക്ക് വയ്ക്കും. മരത്തേക്ക് ചുറ്റിവെച്ച കയറുമായി അവയെ ബന്ധിപ്പിക്കും. സഞ്ചാരപാതയിലേക്ക് വലിച്ചു വെച്ചിരിക്കുന്ന ആ ചെറിയ കയറിൽ എന്തെങ്കിലും അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ വലിയ കയർ വിട്ടുപോകുകയും അതിലേക്ക് കെട്ടിവെച്ചിരിക്കുന്ന ആ വലിയ തടി ശക്തമായി സഞ്ചാരപാതയിലേക്ക് കടന്നു വരികയും അതിന് നേരെ നിൽക്കുന്ന ഒരു വലിയ മരവുമായി വന്ന് കൂട്ടിയിടിക്കുകയും ചെയ്യും. ഈ രീതിയിലായിരുന്നു അവരവിടെ കെണി ഒരുക്കി വെച്ചിരുന്നത്. അങ്ങനെ പിറ്റേന്ന് കാലത്തെ ആ കെണിയിൽ അകപ്പെട്ട മാനിനെ കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടി അവർ അവിടേക്ക് വന്നു. മാനിൻ്റെയോ പന്നിയുടെയോ മാംസം പ്രതീക്ഷിച്ച് അവിടേക്ക് എത്തി അവർക്ക് കാണുവാൻ സാധിച്ചത് അവിടെ മുറിഞ്ഞു കിടക്കുന്ന ഒരു പുലിയുടെ വാലായിരുന്നു. വാല് നഷ്ടപ്പെട്ട ആ പുലിയുടെ പരാക്രമങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവിടെ കാണുവാൻ സാധിക്കുമായിരുന്നു. ആ തടിയിലും മരങ്ങളിലുമെല്ലാം നഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാടുകളും മണ്ണിലെ അടയാളങ്ങളും വളരെ വ്യക്തമായിരുന്നു. ആ പാടിനെ പിൻപറ്റി ആ പുലി സഞ്ചരിക്കുന്ന പാതയിലേക്ക് ഞങ്ങൾ നടന്നു. പുല്ലുകളും മറ്റും വകച്ചു മാറ്റി അത് മുന്നിലേക്കാണ് പോയിരിക്കുന്നത്. ആ പാതയിലൂടെ ഞങ്ങൾ അല്പസമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഞങ്ങൾ ദൃക്സാക്ഷിയായത്. ഒരു കേഴമാനിൻ്റെ കൊല്ലപ്പെട്ട മൃതദേഹമായിരുന്നു അവിടെ കിടന്നിരുന്നത്. അതിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആ പുലി ആഹരിച്ചിരുന്നില്ല. എന്നാൽ അവൻ്റെ ക്രൂരതകളെല്ലാം ആ ശരീരത്തിൽ വളരെ വ്യക്തമായിരുന്നു. നഖങ്ങൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും ഉണ്ടായ ധാരാളം പാടുകളും വലിച്ചു കീറപ്പെട്ട ആ മാനിൻ്റെ ശരീരവുമായിരുന്നു അത്. ആ പുലിയുടെ ശരീരത്തിലുണ്ടായ വേദന അത്രയും ആ മാനിൻ്റെ ശരീരത്തിൽ അവൻ തീർത്തിരിക്കുന്നു, അവൻ്റെ കലി അടങ്ങുവോളം. അതിനുശേഷമാണ് അവിടെ നിന്നും അവൻ വനത്തിലേക്ക് പോയിരിക്കുന്നത്. അതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ആ പുലി ഇനിയും ഈ ഭാഗത്തേക്ക് വരില്ല എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ഓരോ ദിവസവും വനത്തിലേക്ക് പോയി വരുന്ന ഞങ്ങളുടെ ഊരിലെ ആളുകൾ കാണുന്ന കാഴ്ച, അവർ പറയുന്ന വിവരങ്ങൾ എല്ലാം ഭയപ്പെടുത്തുവാൻ പോകുന്ന വിധത്തിലുള്ളവയായിരുന്നു. വനത്തിൻ്റെ പല ഭാഗത്ത് വെച്ചും പല മൃഗങ്ങളുടെയും ശരീരം ഇതുപോലെ തന്നെ കാണുവാൻ സാധിച്ചുവെന്ന്. കടിച്ചു കീറപ്പെട്ട അവസ്ഥയിൽ, പിച്ചി ചീന്തപ്പെട്ട അവസ്ഥയിലായിരുന്നു അത്രേ. ഇതിനെല്ലാം പിന്നിൽ ആ ക്രുദ്ധനായ ആ പുലിയാണെന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം അവൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അവൻ്റെ മുന്നിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം അവൻ ക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ കാഴ്ചകൾ വളരെ വ്യക്തമായി ഓരോ ദിവസവും തെളിഞ്ഞു വന്നു. അങ്ങനെ ഒരിക്കൽ അവരുടെ ഊരിൽ നിന്നും വനത്തിനുള്ളിലേക്ക് കാട്ടുകിഴങ്ങുകൾ ശേഖരിക്കുവാൻ പോയ ചിമക്കി എന്ന ഒരു യുവതിയെ ആ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. അവളുടെ ശരീരത്തിൽ നിന്നും ഒരു മാംസത്തുണ്ട് പോലും അവൻ ആഹരിച്ചിരുന്നില്ല. അവളെ വൈകുന്നേരം വരെ കാണാതായതോടെ അവിടെ നിന്നും തിരക്കിപ്പോയ ആളുകളാണ് അവളുടെ ശരീരം കണ്ടെത്തിയത്. മാരകമായ മുറിവേറ്റ് ചോര വാർന്നൊലിച്ചാണ് അവൾ മരിച്ചിരിക്കുന്നത്. അവളുടെ കഴുത്തിലേക്ക് ആദ്യം ആ പുലി തൻ്റെ കോമ്പലുകൾ ആഴത്തിലിറക്കി അവളെ അവിടെ വെച്ച് കടിച്ചു കുടഞ്ഞു കൊന്നു. അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ കയ്യിലെ കൂർത്ത നഖങ്ങൾ ആഴത്തിലിറക്കി അവളെ നഖങ്ങൾ കൊണ്ട് വലിച്ചു കീറി. ആ ശരീരമാണ് അവർ കണ്ടത്. ഭയപ്പെടുത്തുന്ന കാഴ്ച, രക്തം മരവിച്ച് നിൽക്കുന്ന കാഴ്ച. അവളുടെ ശരീരം അവർ എടുത്തുകൊണ്ട്
അവരുടെ ആദിവാസി ഊരിലേക്ക് പോയി. അവിടുത്തെ ആളുകളുടെ വിശ്വാസപ്രകാരം വനം കലി കൊണ്ടിരിക്കുന്നു, ദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വനത്തിൽ അരങ്ങേറുന്ന ഈ ദാരുണാന്ത്യങ്ങളെല്ലാം. ഇനിയും കുറച്ചു കാലത്തേക്ക് വനത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു വേണം, കൂട്ടമായി മാത്രം സഞ്ചരിക്കുക എന്നെല്ലാം അവിടുത്തെ മൂപ്പൻ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ പോകെ പോകെ ആ പുലിയുടെ ശല്യം അവരുടെ വന അതിർത്തിയിൽ നിന്നും മറ്റു വന അതിർത്തിയിലേക്ക് പോയി. അവിടേക്കെത്തിയ ആദിവാസി യുവാവ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ഏകദേശം 1.5 മാസമായി ആ പുലിയുടെ യാതൊരു ശല്യവും തങ്ങളുടെ ഊരിലില്ല എന്നാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞ അടയാളങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായും അവൻ വീണ്ടും ഈ വന അതിർത്തിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പിന്നെ ഏകദേശം 2 ആഴ്ചകൾക്കപ്പുറമാണ് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയത്. നമ്മൾ കഥയുടെ തുടക്കത്തെ പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും മീൻ പിടിക്കുവാൻ പോയ ആ പുലിയുടെ ആക്രമണം. അവൻ്റെ സുഹൃത്ത് ആ ഗ്രാമത്തിൽ എത്തിയപ്പോഴേക്കും ഏകദേശം പൂർണ്ണമായും തന്നെ ഇരുട്ട് പടർന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? എങ്കിലും ഗ്രാമത്തിലെ ആളുകൾ തീപ്പന്തമെല്ലാം കത്തിച്ചു പിടിച്ചുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരു തിരച്ചിൽ നടത്തുവാൻ വേണ്ടി പോയിരുന്നു. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 1 മൈൽ സഞ്ചരിച്ച് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അവർ അരുവിയിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന മീൻ നിറഞ്ഞ കൊട്ടകൾ നിലത്തേക്ക് ചിതറിക്കിടക്കുന്നതും മീനുകളെല്ലാം അവിടെ എവിടെയെല്ലാം ചിതറിക്കിടക്കുന്നതുമെല്ലാം വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. അതിനരികിലായി കെട്ട് പതിയെ പുക മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ തീപന്തവും. ഗ്രാമീണർ അവിടേക്ക് കൊണ്ടുവന്ന റാന്തലിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. അവിടെ പതിഞ്ഞിരുന്ന ആ കടുവയുടെ കാലടയാളങ്ങളും രക്തത്തിന്റെ പാടുകളുമെല്ലാം. അതിനു പുറമെ ഭാരമേറി എന്തിനെയോ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാടും കാണാമായിരുന്നു. അതെ, ആ പുലി കൊലപ്പെടുത്തിയ ആ യുവാവിന്റെ ശരീരം വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടാണത്. അത് നീണ്ടുപോകുന്നത് വനത്തിനുള്ളിലേക്കാണ്. എന്നാൽ ആ രാത്രിയിൽ വനത്തിനുള്ളിലേക്ക് പോയി തിരച്ചിൽ നടത്തുവാൻ ആർക്കും ഒരു ധൈര്യവും ഉണ്ടായിരുന്നില്ല. കാരണം രാത്രി സമയങ്ങളിലാണ് പല മാംസഭോജികളായ മൃഗങ്ങളും തൻ്റെ ഇര തേടി ഇറങ്ങുന്നത്. അവിടെ വെച്ച് അവർ തിരച്ചിൽ അവസാനിപ്പിച്ചു. പിറ്റേന്ന് കാലത്തെ ശരീരത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരാമെന്ന് ഗ്രാമത്തലവൻ പറഞ്ഞു. പിറ്റേന്ന് കാലത്തും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ നീണ്ടുനിന്ന 2 ദിവസങ്ങളാണ് പുലി പിടിച്ചുകൊണ്ടുപോയ ഗ്രാമീണന് വേണ്ടി അവിടെ തിരച്ചിൽ നടത്തിയത്. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പുലി അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആ യുവാവിൻ്റെ ശരീരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. നേരത്തെ നടന്ന സംഭവത്തിലെ, അതായത് തേൻ ശേഖരിക്കുവാൻ പോയ ഗ്രാമീണന്റെ ശരീരം എങ്ങനെയാണോ കാണാതായത്, അതുപോലെ തന്നെ പുലി പിടിച്ചുകൊണ്ടുപോയ ഈ യുവാവിൻ്റെയും ശരീരം കാണാതായിരിക്കുന്നു. ഗ്രാമത്തിലെ ആളുകൾ പരക്കെ പറയുവാൻ തുടങ്ങി, അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത് 3ാമത്തെ കൊലപാതകമാണ്. ഈ 3 കൊലപാതകത്തിലും അവൻ പിടികൂടിയ ഇരയുടെ ശരീരം കണ്ടെത്തുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾ പറഞ്ഞത് ശരിയാണോ? ഏതെങ്കിലും ഒരു ദുരാത്മാവാണോ ഇതിനെല്ലാം പിന്നിൽ? അങ്ങനെ പല ചോദ്യങ്ങളും അവിടുത്തെ ആളുകൾക്ക് മുന്നിലേക്ക് ഉയരുവാൻ തുടങ്ങി. പിന്നീടുള്ള 2 ദിവസങ്ങൾ തുടർച്ചയായ ആ പുലിയുടെ ആക്രമണം ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. അന്ന് ആദിവാസി ഊരിലെ ആ യുവാവ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു സംഭവങ്ങൾ അത്രയും. ഗ്രാമത്തിലെ 2 ആടുമാടുകളെ ആ പുലി ആക്രമിച്ചിരിക്കുന്നു. എന്നാൽ ഒരു തുണ്ടു മാംസം പോലും അവൻ ആഹരിച്ചില്ല. എന്നാൽ വളരെ മൃഗീയമായാണ് ആ ആടുമാടുകളെ അവൻ കൊന്നിരിക്കുന്നത്. കടിച്ചു കീറിയും വലിച്ചു പറിച്ചും അവരുടെ ശരീരം അവിടെ ഇട്ടിരിക്കുന്നു. അങ്ങനെ ആ പുലിയുടെ ശല്യം ഗ്രാമത്തിൽ വല്ലാതെ കൂടിയതോടെ ആ പുലിയെ പിടിക്കുവാൻ വേണ്ടി പല കെണികളും ഗ്രാമവാസികൾ ഗ്രാമത്തിൽ ഒരുക്കിയിട്ടു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പുലിയുടെ യാതൊരു ശല്യമോ സാന്നിധ്യമോ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 7 മൈലുകൾക്കപ്പുറം വെള്ളായിപ്പാളയം എന്ന മറ്റൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും വന അതിർത്തിയോട് പങ്കിട്ട് തന്നെയാണ് ആ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ആ പുലിയുടെ വരവ് അറിയിച്ചത് ആ ഗ്രാമത്തിലാണ്. നേരം പുലർന്നപ്പോൾ തന്നെ ഗ്രാമത്തിലെ ആളുകൾ വനത്തോട് ചേർന്ന് പോകുന്ന ഗ്രാമത്തിന്റെ പാതയുടെ അരികിലേക്ക് ഓടിയെത്തുവാൻ വേണ്ടി തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, അവിടെ കണ്ട രക്തത്തിന്റെ പാടുകളും രക്തം നനഞ്ഞ വസ്ത്രങ്ങളുമായിരുന്നു അതിന് കാരണം. അത് ആരുടേതെന്ന് അന്വേഷിച്ചു പോയവർക്ക് ഗ്രാമത്തിൽ തന്നെ ഏകദേശം 50-55 വയസ്സിനടുത്ത് പ്രായമുള്ള മച്ചുവപ്പ എന്ന ഒരാളുടേതാണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞു. തലേ ദിവസം തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി മടങ്ങുന്ന വഴിയായിരിക്കണം ഈ അത്യാഹിതം അയാൾക്ക് സംഭവിച്ചത്. അവിടെ കാണപ്പെട്ട കാലടയാളത്തിൽ നിന്നും സംഭവത്തിലെ പ്രതി ഒരു പുലിയാണെന്ന് അവർ കണ്ടെത്തിയിരുന്നു. പല അഭിപ്രായങ്ങളും അവിടെ ഉയർന്നു വന്നു. പല സിദ്ധാന്തങ്ങളും അവിടെ ഉയർന്നു കേട്ടു. പലരും പല കഥകളായിരുന്നു പറഞ്ഞത്. അതിലൊരു കഥ ഇതാണ്. അയാൾ ഒരുപക്ഷെ വൈകുന്നേരമായപ്പോഴേക്കും ആയിരിക്കാം ഈ പാത വഴി നടന്നു വന്നത്. തൻ്റെ വരവ് കണ്ടുകൊണ്ട് മരത്തിന് മുകളിലിരുന്ന പുലി അയാളുടെ മുകളിലേക്ക് ചാടി വീണതായിരിക്കാം. ഈ കഥയ്ക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. കാരണം ആ മരത്തിലെ അടയാളങ്ങൾ
അതിനു പോകുന്ന തെളിവുകൾ അവർക്ക് സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ചിലരുടെ അഭിപ്രായം മറിച്ചായിരുന്നു. വനത്തിൽ മറഞ്ഞു നിന്ന് കുറ്റിക്കാടിന് പുറത്തേക്ക് വന്ന പുലി അയാളെ വലിച്ചിടിച്ചുകൊണ്ട് പോകുകയാണെന്നൊക്കെയാണ് പലരും പല കഥകളും പറഞ്ഞത്. എന്നാൽ പിറ്റേന്ന് കാലത്തെ ആദ്യ കഥയ്ക്ക് ബലം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടി അരങ്ങേറി, ഒരു കൊലപാതകവും കൂടി അരങ്ങേറി. ഇത്തവണ അരങ്ങേറിയത് പുലർച്ചെയായിരുന്നു. ഗ്രാമത്തിൽ തന്നെ ഒരു പ്രായമായ സ്ത്രീയും അവരുടെ കൊച്ചുമകനും കൂടി അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് പോയതാണ് പാല് വാങ്ങിക്കുവാൻ വേണ്ടി. അങ്ങനെ പാലെല്ലാം വാങ്ങിച്ച് അവർ ഇരുവരും തിരിച്ചു മടങ്ങി വരുന്ന വഴിയാണ് ഈ സംഭവം നടന്നത്. ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു പുലി ആ വൃദ്ധയായ സ്ത്രീയുടെ മുകളിലേക്ക് ചാടി വീണു. ശബ്ദം കേട്ട് ആ കൊച്ചുമകൻ നോക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ പുലി തന്റെ കോമ്പല്ലുകൾ ഉപയോഗിച്ച് തന്റെ അമ്മുമ്മയെ കടിച്ചു കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അവരുടെ കൈവശം ഉണ്ടായിരുന്ന പാത്രം നിലത്തേക്ക് വീണ് അതിൽ നിന്നും പാല് മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്നു. 12 വയസ്സുള്ള ആ കൊച്ചുമകൻ എന്ത് ചെയ്യുവാനാണ്? അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ ഓടി. തൻ്റെ ബഹളം കേട്ട്, ഒച്ച കേട്ട്, നിലവിളി കേട്ട് അവിടേക്ക് ആളുകൾ ഓടിയെത്തി. ആളുകളോട് അവൻ സംഭവം പറഞ്ഞു. ക്രുദ്ധരായ ആളുകൾ അപ്പോൾ തന്നെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങളും മറ്റും എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിയെടുത്തു. ആ പുലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വൃദ്ധയെ സ്ത്രീയെ വലിച്ചിടിച്ചുകൊണ്ട് വനത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തിടുക്കത്തിലായിരുന്നു അത്. രോഷാകുലരായ ആളുകൾ അവിടേക്ക് പാഞ്ഞെത്തി ആർത്തു വിളിച്ചുകൊണ്ട്. ചിലപ്പോൾ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കാം തൻ്റെ ഇരയെ ഇട്ടുകൊണ്ട് അവൻ വനത്തിനുള്ളിലേക്ക് ഓടി മറിഞ്ഞത്. വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ ആളുകൾ ആ പുലിയെ കണ്ടിരുന്നു. വാല് മുറിഞ്ഞ ഒരു പുലിയാണ് കൃത്യത്തിലെ പ്രതിയെന്ന് അവർ വ്യക്തമായി തന്നെ കണ്ടു. ആ പുലിയുടെ കോമ്പലുകൾ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ആ വൃദ്ധയായ സ്ത്രീക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലേക്കും അവൻ്റെ നഖം ആഴത്തിലിറങ്ങിയിരുന്നു. ധാരാളം രക്തം നഷ്ടമായിരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരും മരണത്തിന് കീഴടങ്ങി. സംഭവത്തിലെ പ്രതി ഈ പുലിയാണെന്ന വിവരം പരക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ പുലിയെപ്പറ്റിയുള്ള പല കഥകളും അവിടേക്ക് എത്തുവാനും തുടങ്ങി. ഇതിനോടകം തന്നെ ഏകദേശം 4 പേരെ ആ പുലി കൊന്നിരിക്കുന്നുവെന്നും അവരുടെ ശരീരം കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞില്ല എന്നും പറയുവാനും പരക്കുവാനും തുടങ്ങി. അതോടെ അവിടുത്തെ ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ പോലും ഭയമായി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ പുലി ഇപ്പോൾ തൻ്റെ വേട്ടയാടൽ തുടങ്ങിയിരിക്കുന്നു. നരഭോജിയായ ആ പുലിയുടെ കയ്യിൽപ്പെട്ടാൽ ഒരു പുനർജന്മം ഇല്ല എന്ന് പോലും അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളുടെ ബന്ധുക്കൾക്കോ ഉറ്റവർക്കോ ശേഷക്രിയ ചെയ്യുവാൻ പോലും ശരീരത്തിലെ ഒരു ഭാഗം പോലും കണ്ടു കിട്ടില്ല എന്നും അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു. അതൊരു പുലിയല്ല, അതൊരു പ്രേതമാണെന്നും പിശാചാണെന്നുമെല്ലാമുള്ള കഥകൾ അവിടെ പരക്കുവാനും അതിനോടകം തന്നെ തുടർന്നിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഏകദേശം 12 പേരെ ആ പുലി കൊലപ്പെടുത്തി. വെള്ളായിപ്പാളയം എന്ന ഗ്രാമം ആ പുലിയുടെ പിടിയിൽ അമർന്നു. ഗവൺമെൻറ് ആ പുലിയെ ഒരു നരഭോജിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷവും പല ആളുകളും ആ പുലിയെ പിടിക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോയി പല കെണികളും ഒരുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു വേട്ടക്കാരൻ്റെ കഥയാണ് ഇനിയും പറയുന്നത്. ഗവൺമെൻറ് ആ പുലിയെ പിടിക്കുന്നവർക്ക് നല്ലൊരു ഇനാം തന്നെ പ്രഖ്യാപിച്ചു. ആ പുലിയുടെ അടയാളവും വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു. വാല് മുറിഞ്ഞ ഒരു പുലിയാണ് നരഭോജിയെന്ന്. അവനെ പിടിക്കുന്നവർക്കുള്ള ഇനാമും അവിടുത്തെ ആളുകളും പ്രഖ്യാപിച്ചു. അത്രയ്ക്കും ശല്യമാണ് ആ പുലി അവിടുത്തെ ആളുകൾക്ക് നൽകിയത്. ഗവൺമെൻറ്റും ആളുകളും പ്രഖ്യാപിച്ച ഇനാമിൽ ആകർഷണനായാണ് അവിടുത്തെ തന്നെ നാട്ടിൽ തന്നെ ഒരു നാടൻ ശിക്കാരി അവനെ പിടിക്കുവാൻ വേണ്ടി മുന്നിലേക്ക് കടന്നു വന്നത്. അങ്ങനെ നാടൻ മൂശാരിയുടെ ആലയിൽ തീർത്ത നാടൻ തോക്കുമായി ആ നാടൻ വേട്ടക്കാരൻ വനത്തിലേക്ക് കയറിപ്പോയി. ധീരതയോടെയാണ് അവിടുത്തെ ആളുകൾ അയാളെ വനത്തിലേക്ക് കയറ്റിവിട്ടത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വേട്ടക്കാരൻ മടങ്ങിയെത്തിയില്ല. അവരെ തിരിഞ്ഞുപോയ ആളുകൾക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും കണ്ടെത്തുവാൻ സാധിച്ചത് അയാളുടെ കൈവശമുണ്ടായിരുന്ന ആ നാടൻ തോക്ക് മാത്രമാണ്. മറ്റൊരവശിഷ്ടവും അവിടെ അവശേഷിപ്പിച്ചില്ല. അതോടെ തന്നെ കഥ മാറി. അവിടുത്തെ ആളുകൾ പരക്കെ വിശ്വസിക്കുവാൻ തുടങ്ങി അതിന് പിന്നിൽ ഒരു പിശാചാണെന്ന്. അത് വെറും ഒരു പുലിയല്ല, അതൊരു കാട്ടുപിശാചാണെന്ന് വിശ്വസിക്കുവാൻ അവിടുത്തെ ആളുകൾ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ഇതിനോടകം തന്നെ ഏകദേശം 12 പേരെ അവൻ കൊലപ്പെടുത്തി. ഈ വേട്ടക്കാരൻ ഉൾപ്പെടെ 13 പേര്. ആ 13 പേരിൽ ഒരാളുടെ ശരീരം മാത്രമാണ് കിട്ടിയത്. അത് തികച്ചും വ്യത്യസ്തമാണ്. ഒരു കാളവണ്ടിക്കാരൻ്റെ ശരീരമായിരുന്നു അത്. അതെങ്ങനെയെന്ന് പറയാം. അതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് ഈ കഥയിൽ എത്തിയതെന്ന് പറയണ്ടേ. ആ ഗ്രാമത്തിലെ മാരിയപ്പൻ എന്ന എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഞാൻ ഈ പുലിയെ പറ്റിയുള്ള വിവരങ്ങൾ അത്രയും അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടിയ ഉടനെ എനിക്ക് ഇവിടേക്ക് വരുവാൻ സാധിക്കുമായിരുന്നില്ല. എനിക്ക് ചെയ്തു തീർക്കുവാൻ ഒരുപാട് ജോലി ഉള്ളതിനാൽ ഏകദേശം 1 മാസങ്ങൾക്കപ്പുറമാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും ഭയപ്പെട്ടിരുന്നു. അത്രയും ദാരുണമായ അവസ്ഥയിലായിരുന്നു ഈ ഗ്രാമം ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, വെള്ളായിപ്പാളയം എന്ന ഗ്രാമത്തിലേക്ക് മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ വരുവാൻ പോലും ഭയന്നിരുന്നു.
എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ കൂട്ടമായോ അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾ എടുത്തുകൊണ്ടോ മാത്രമാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇപ്പോൾ ആ നരഭോജിയായ ആ മൃഗം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകളെ വേട്ടയാടുവാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പുലിയുടെ സ്വഭാവത്തിന് വിപരീതമായാണ് അവനിപ്പോൾ കാട്ടിക്കൂട്ടുന്നതത്രയും. ഒരു കടുവേടതിന് തുല്യമായി. കാരണം കടുവകൾക്ക് വിശന്നാൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ തൻ്റെ ഇരകൾക്ക് വേണ്ടി വേട്ടയാടുവാൻ തുടരും. എന്നാൽ പുലികൾ അങ്ങനെയല്ല. അവർക്ക് എത്ര വിശന്നാലും അവർക്ക് രാവിൻ്റെ മറവില്ലാതെ പുറത്തിറങ്ങുവാൻ സാധിക്കുകയില്ല. അവർക്ക് മനുഷ്യരെ ഭയമാണ്. എന്നാൽ ഈ പുലിക്ക് മനുഷ്യരോടുള്ള ഭയം മാറിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ, 13 പേരിൽ ഒരാളുടെ ശരീരം മാത്രമാണ് ലഭിച്ചതെന്ന് ഒരു കാളവണ്ടിക്കാരൻ്റെ. അതെങ്ങനെയെന്ന് പറയാം. ഒരു കാളവണ്ടി യാത്രക്കാരനെയും കൊണ്ട് വെള്ളായിപ്പാളയത്തിലേക്ക് വന്നതായിരുന്നു അയാൾ. വെള്ളായിപ്പാളയത്തെ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു അയാളെ. സംഭവം നടന്നപ്പോൾ ഏകദേശം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കാളവണ്ടി പാത വഴി ഗ്രാമത്തിലേക്ക് എത്താറായപ്പോഴേക്കും കാളവണ്ടിക്കാരൻ റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഒരു കാഴ്ച കണ്ടു. ഗ്രാമത്തിൻ്റെ കവാടത്തിൻ്റെ വാതിക്കൽ നിന്നും ഒരു ജീവി എന്തിനെയോ കടിച്ചു പിടിച്ചുകൊണ്ട് വനത്തിൻ്റെ അരികിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു. വളരെ വേഗം തൻ്റെ കാളവണ്ടി അവിടെ നിർത്തുകയും ഒരു വടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു. ആ ജീവി പോയ ഭാഗം ലക്ഷ്യമാക്കി അയാൾ ഓടി. വണ്ടിക്കകത്തിരുന്ന യാത്രക്കാരൻ എഴുന്നേറ്റു. തൻ്റെ കണ്ണ് തിരുമ്മി പുറത്തേക്ക് നോക്കി. അയാൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ കാളവണ്ടിക്കാരൻ തൻ്റെ കമ്പെടുത്തുകൊണ്ട് റാന്തലും എടുത്തുകൊണ്ട് വനത്തിൻ്റെ അതിരിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച. താൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. വളരെ വേഗം അയാളുടെ കയ്യിൽ നിന്നും റാന്തൽ താഴേക്ക് വീണു. ഒരു പുലി അയാൾക്ക് നേരെ ചാടിയെടുത്തു. അയാളെ കഴുത്തിൽ കടിച്ചു പിടിച്ചു കുടഞ്ഞു. അയാളെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിശബ്ദനായി തൻ്റെ വാ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ അതിനുള്ളിൽ തന്നെ ഇരുന്നു. കാരണം എങ്ങും ഇരുട്ടാണ്, ഗ്രാമം ഉറങ്ങുകയാണ്. തൻ്റെ സഹായത്തിന് ആരും ഓടിയെത്തില്ല എന്നും അയാൾക്കറിയാം. ഈ പുലിയെപ്പറ്റി നേരത്തെ തന്നെ അയാൾ കേട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈ കാളവണ്ടിക്കാരന് അതെന്താണെന്ന് മനസ്സിലായി കാണില്ല. ഒരു നായയാണെന്ന് കരുതിയായിരിക്കാം അയാൾ അതിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയത്. അവിടെ എത്തിയപ്പോഴായിരിക്കാം തനിക്ക് പറ്റിയ അമളി ആ കാളവണ്ടിക്കാരന് മനസ്സിലായത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ആ പുലി അയാൾക്ക് നേരെ ചാടി വീണു. അയാളെ കൊന്നു. വലിച്ചിഴച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പോകുകയാണ്. അയാളുടെ ശരീരവും ഇനിയും ആരും കാണില്ല എന്നാണ് യാത്രക്കാരനും കരുതിയിരുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വനത്തിൽ നിന്നും ഉച്ചത്തിലുള്ള പുലിയുടെ അലർച്ചയുമെല്ലാം കേൾക്കുവാൻ തുടങ്ങി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ തൻ്റെ വാ കൂട്ടിപ്പിടിച്ച് ആ കാളവണ്ടിക്കുള്ളിൽ ഒളിച്ചിരുന്നു. നേരം പുലർന്നതിന് ശേഷമാണ് കാളവണ്ടിക്കുള്ളിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഗ്രാമീണരോട് കാര്യം പറയുന്നതും. അങ്ങനെ ഗ്രാമത്തിലുള്ളവരെല്ലാം കൂടി ചേർന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോയ പാതയെ പിന്തുടർന്നു പോയി. വനത്തിനുള്ളിൽ വീണുകിടക്കുന്ന മരത്തിന് അരികിലായി കാളവണ്ടിക്കാരൻ്റെ ശരീരം കണ്ടെത്തി. ആ പുലി പിടികൂടി കൊണ്ടുപോകുന്ന ഒരാളുടെ ശരീരം തിരിച്ചു കിട്ടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒടിഞ്ഞു വീണ വൃക്ഷത്തിൻ്റെ കൂർത്ത കമ്പിൽ അയാളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കുത്തിക്കീറി ഉടക്കിയിരുന്നു. അവിടെ നിന്നും ആ ശരീരം വലിച്ചിഴച്ചുകൊണ്ട് പോകുവാൻ ആ പുലിക്ക് സാധിച്ചിരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ആ കാളവണ്ടിക്കാരൻ്റെ ശരീരം വീണ്ടും കിട്ടിയത്. ഞാൻ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കുമാണ് ആ ഗ്രാമത്തിലെത്തിയത്. എൻ്റെ വിഞ്ചെസ്റ്റർ 405 ഞാൻ നേരത്തെ വരുമെന്ന വിവരം ഒരു കത്തിലൂടെ മാരിയപ്പനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കുമാണ് ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. ഗ്രാമത്തിൻ്റെ വിജനമായി കിടക്കുന്ന തെരുവിലൂടെ ഞാൻ മാരിയപ്പൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ഇതിനു മുന്നേയും ഈ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു വിജനതയാണ് ഇന്നെനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. വൈകുന്നേരമാകുമ്പോഴേക്കും ഗ്രാമത്തിൻ്റെ തെരുവുകളിൽ ആളുകൾ നിറയേണ്ടതാണ്. എന്നാൽ ഇന്ന് ആരെയും കാണാനില്ല. അതുമാത്രമല്ല, മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുമുള്ള കാളവണ്ടിക്കാർ പോലും ഇവിടേക്ക് വരുവാൻ ഭയക്കുന്നു. അതുകൊണ്ട് കാൽനടയായിട്ടാണ് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഞാൻ ഇവിടേക്ക് നടന്നെത്തിയത്. മാരിയപ്പൻ്റെ വീടിന് പുറത്ത് ഞാൻ എത്തി. അദ്ദേഹത്തിൻ്റെ വാതിൽ കൊട്ടി. അയാൾ വാതിൽ തുറന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ എന്ന് പറഞ്ഞ് അയാൾ എന്നെ ആലിംഗനം ചെയ്തു. വീടിനകത്തേക്ക് കൊണ്ടുപോയി. അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ക്ഷണിച്ച് അകത്തിരുത്തി. എനിക്ക് പലഹാരങ്ങളും കോഫിയുമെല്ലാം അയാൾ നൽകി. അയാൾ ഒറ്റയ്ക്കാണ് അയാളുടെ വീട്ടിൽ താമസിക്കുന്നത്. എനിക്കായി ഒരുക്കിയിട്ട ആ കിടപ്പുമുറി അയാൾ കാട്ടിത്തന്നു. അയാളുടെ കുടുംബത്തെപ്പറ്റി ഞാൻ തിരക്കി. അവരെയെല്ലാം അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണെന്നും ഇവിടുത്തെ സ്ഥിതി അത്രയും വഷളാണെന്നും പറഞ്ഞു. നിങ്ങൾ വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് എത്തിയതെന്നും അയാൾ പറയുകയായി. എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിയെങ്കിൽ ഈ ഗ്രാമം അധികം വൈകാതെ വിജനമായി പോകുമെന്നും അയാൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഒരുവിധം ആളുകളെല്ലാം ഈ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നും ഇനിയും ആ പുലിയെ ഇവിടെ വാഴുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഗ്രാമം ശ്മശാന ഭൂമി പോലെ ആയിത്തീരുമെന്നും അയാൾ പറഞ്ഞു. അന്ന് രാത്രിയിൽ മാരിയപ്പൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത്രയുമാണ്
ഞാൻ ഈ കഥയിലൂടെ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും പറയുവാൻ പോകുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. നേരം പുലർന്നപ്പോൾ തന്നെ ഞാനും എൻ്റെ സുഹൃത്തായ മാരിയപ്പനും കൂടി ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും പുലിയുടെ ആക്രമണം അരങ്ങേറിയ സംഭവം നടന്ന സ്ഥലങ്ങളിലുമെല്ലാം ഒരു സന്ദർശനം നടത്തിയിരുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം ശേഖരിക്കുവാനും പുലിയുടെ കാലടയാളങ്ങൾ കാണുവാനും വേണ്ടിയായിരുന്നു ആ യാത്ര ഞാൻ നടത്തിയത്. അതുകൂടാതെ ഗ്രാമത്തിലെ ആളുകളോടും പുലിയെ കണ്ടവരോടുമെല്ലാം ഞാൻ സംസാരിച്ചു. ആ പുലിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിച്ചു. അതുപോലെ പുലിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കാലടയാളവും എൻ്റെ സുഹൃത്ത് എനിക്ക് കാട്ടി തന്നിരുന്നു. അതിൽ നിന്നും ആ പുലിക്ക് ഏകദേശം 10 പ്രായമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു ആൺപുലിയാണെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. ഇനിയും ആ പുലിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു കെണിയാണ് തയ്യാറാക്കേണ്ടത്. ഞാനും മാരിയപ്പനും അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമീണൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം മറ്റൊന്നുമല്ല, ഈയിടെയായി അവിടെ ഗ്രാമചന്തകളൊന്നും നടക്കാറില്ല. ആ പുലിയെ പേടിച്ചുകൊണ്ട് ഗ്രാമചന്തയിലേക്ക് ആരും വരാറുമില്ല. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരുവൻ്റെ വീട്ടിലേക്ക് പോയി. അയാൾ വിൽക്കുവാൻ വെച്ചിരുന്ന 2-3 ആടുകളെ ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ആടുകളെ ആ ഗ്രാമത്തിൻ്റെ പല സ്ഥലങ്ങളിലായി കെട്ടിയിട്ടു. ഒന്നിനെ ഞങ്ങൾ കെട്ടിയിട്ടത് വെള്ളായിപ്പാളയം കൃഷ്ണപുരം പോകുന്ന പാതയ്ക്ക് സമീപമാണ്. മറ്റൊന്നിനെ കെട്ടിയിട്ടത് ആ കാളവണ്ടിക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയില്ലേ, അതിൻ്റെ സമീപത്താണ്. പിന്നെ ഒന്നിനെ കെട്ടിയിട്ടത് ഗ്രാമത്തിൻ്റെ അകത്താണ്. ഇവയെല്ലാം 3 സ്ഥലങ്ങളിലായി കെട്ടിയിട്ട് ഞാൻ അവസാനമായി ആ പുലിയുടെ ആക്രമണമുണ്ടായ ആ കാളവണ്ടിക്കാരനെ പിടികൂടിക്കൊണ്ടുപോയ സ്ഥലത്തിന് സമീപത്തുള്ള ഒരു മരത്തിലാണ് ഇപ്പോൾ ആടിനെ കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്നും കുറച്ചു മാറി ആടിനെയും സമീപ പ്രദേശവും വളരെ വ്യക്തമായി കാണുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു വലിയ മരത്തിന് മുകളിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഞാനിപ്പോൾ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് ഒരു നരഭോജിയായ കടുവയല്ല, പുലിയാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും ഒരു കടുവ മരത്തിലേക്ക് കയറി വേട്ടക്കാരനെ ആക്രമിക്കില്ല. എന്നാൽ പുലി അങ്ങനെയല്ല, മരത്തിലേക്ക് കയറുകയും വേട്ടക്കാരനെ ആക്രമിച്ച് വേണമെങ്കിൽ കൊലപ്പെടുത്തുകയും ചെയ്യും. അത് തടുക്കുവാൻ വേണ്ടി ഞാനിരിക്കുന്ന മരത്തിന് ഏകദേശം 1.5 അടി ഉയരത്തിൽ മുള്ള് കമ്പികൾ കൊണ്ട് വരിഞ്ഞു കെട്ടുകയും അതുപോലെ മുള്ളുകൾ തറച്ചു കയറ്റിയ പലകൾ കൊണ്ട് വലിച്ചു കെട്ടുകയും ചെയ്തു. ഒരു കാരണവശാലും ആ മരത്തിന് മുകളിലേക്ക് പുലി വലിഞ്ഞു കയറുവാൻ സാധിക്കല്ലേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലേക്ക് കൂർത്ത കമ്പികളും മുള്ളുകളും തുളച്ചു കയറണം എന്ന ചിന്തയിലാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് വേണ്ട സഹായങ്ങളും സംവിധാനങ്ങളുമെല്ലാം അവിടെ സജ്ജീകരിച്ച ശേഷം എൻ്റെ സുഹൃത്തിനോടും ഗ്രാമീണരോടും മടങ്ങിപ്പൊയ്ക്കോളുവാൻ ഞാൻ പറഞ്ഞു. മരത്തിൽ കെട്ടിയിരിക്കുന്ന ആടിനെ കൃത്യമായി എനിക്ക് കാണുവാൻ സാധിക്കും. ഞാനിരിക്കുന്ന മരത്തിനും ആടിനെ കെട്ടിയിരിക്കുന്ന മരത്തിനും നടുവിലൂടെ ഒരു വനപാത കടന്നു പോകുന്നു. ആ വനപാതയുടെ മറുവശത്താണ് വനം തുടങ്ങുന്നത്. വനം തുടങ്ങുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ആടിനെ കെട്ടിയിരിക്കുന്നതും. ആട് ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്ന അവന് കൊടുക്കുവാൻ ഇട്ടിരിക്കുന്ന പുല്ലുകൾ പതിയെ ആഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ നിലത്ത് കിടന്നിരിക്കുന്നു. വൈകുന്നേരം ആകുവാൻ പോകുന്നതേയുള്ളൂ. പുലിയെ പിടിക്കുവാൻ വേണ്ടി ഞാൻ ഇരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു വലിയ മരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിരിക്കുന്ന ശാഖയിൽ എനിക്ക് സുഖമായി തന്നെ കാല് നീട്ടിവെച്ചിരിക്കുവാൻ സാധിക്കുന്നുണ്ട്. മരത്തിൻ്റെ തടിയിലേക്ക് ചാരി കാല് നീട്ടി ഞാൻ അങ്ങനെ കുറച്ചു നേരം സ്വസ്ഥമായി ആ മരത്തിലിരുന്നു. പുലിയുടെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ ആട് ഉച്ചത്തിൽ കരയുവാനും അസ്വസ്ഥതകൾ കാട്ടുവാനും തുടങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുവരെ സമാധാനത്തോടെ തന്നെ ആ മരത്തിലിരിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. സമയം മുന്നിലേക്ക് പോയി. സൂര്യൻ പൂർണ്ണമായും പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. ഇരുട്ട് പതിയെ കയറുവാൻ തുടങ്ങി. ഇരുട്ട് പതിയെ ഗ്രാമത്തെയും വനത്തെയും മൂടിക്കഴിഞ്ഞു. ചന്ദ്രൻ നല്ലപോലെ പ്രകാശിച്ചു നിന്നതുകൊണ്ട് തന്നെ നല്ല നിലാവുണ്ടായിരുന്നു. ഞാൻ മരത്തിൽ കെട്ടിയിരുന്ന ആടിനെ വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ വളരെ ശാന്തമായി തന്നെ അവിടെ കിടക്കുകയാണ്. യാതൊരു ശബ്ദങ്ങളോ അനക്കങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ പതിയെ മരത്തിൻ്റെ തടിയിലേക്ക് ചാരിക്കടന്നു. അതുവരെ നിശബ്ദമായി കിടന്നിരുന്ന വനം ഉണർന്നു. വനത്തിൽ നിന്നും ചെന്നായ്ക്കളുടെ ഊരിയിടലുകൾ എനിക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ഒരു ഇളം കാറ്റ് അവിടേക്ക് പതിയെ വീശിയടിച്ചു. ആ ഇളം കാറ്റിൽ മരങ്ങൾ ഇളകിയാടി ഒരു ശീൽക്കാര ശബ്ദമുണ്ടാക്കി. വീണ്ടും സമയം മുന്നിലേക്ക് നീങ്ങി. എന്നെ ആരോ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ വളരെ അസ്വസ്ഥമാകാൻ പോകുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ താഴെ കെട്ടിയിരിക്കുന്ന ആടിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചത്. അത് വളരെ അസ്വസ്ഥമാകുവാനും കരയുവാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ എൻ്റെ തോന്നലുകൾ സത്യമായി കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. അപ്പോഴേക്കും അവിടുത്തെ ആളുകൾ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലേക്ക് തികട്ടി വരുവാൻ തുടങ്ങി. അത് വെറും ഒരു പുലിയല്ല എന്നും അതൊരു ചെകുത്താനാണെന്നുമെല്ലാമുള്ള കാര്യങ്ങൾ.
അതെന്നെ വല്ലാതെ ഉള്ളിൽ ഭയപ്പെടുത്തി. വളരെ വേഗം ഞാൻ എൻ്റെ റൈഫിൾ എടുത്തു. സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. തോക്ക് എൻ്റെ തോളിൽ തന്നെ എടുത്തുയർത്തി വെക്കുകയും ചെയ്തു. ഏത് നിമിഷവും കാഞ്ചി വലിക്കുവാൻ വേണ്ടി എൻ്റെ വിരലുകൾ സജ്ജമാക്കി. ആ സമയം ചുറ്റുപാട് പോലും നിശബ്ദമായി പോയതുപോലെ അയാൾക്ക് തോന്നി. ഒരു കാറ്റ് പോലും അവിടേക്ക് വീശുന്നില്ല. ചെന്നായ്ക്കളുടെ ഊരിടുകൾ അവസാനിച്ചിരിക്കുന്നു. താഴെ കെട്ടിയിരിക്കുന്ന ആട് മാത്രം കരയുന്നു. പെട്ടെന്ന് തന്നെ അസാധാരണമായ ഒരു ചലനം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മരത്തിൽ നിന്നുമായിരുന്നു ആ ചെറിയ അനക്കം അയാൾ കണ്ടത്. അനക്കം കേട്ട ദിശയിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. ആടിനെ കെട്ടിയിട്ടിരിക്കുന്ന മരത്തിൽ നിന്നും അല്പം മാറി ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ ശിഖരത്തിലാണ് അത് സംഭവിച്ചത്. തൻ്റെ തോളിലേക്ക് എടുത്തുയർത്തിയ തോക്ക് അയാൾ അവിടേക്ക് ചൂണ്ടി. സൂക്ഷ്മമായി നോക്കി. അതെ, 2 തിളങ്ങുന്ന കണ്ണുകൾ കൃത്യമായി തന്നെ അയാൾ കണ്ടു. അയാൾ കാഞ്ചി വലിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ സമയം തന്നെ ആ പുലി വളരെ വേഗം അടുത്തുണ്ടായിരുന്ന ആ ആടിനെ കെട്ടിയിരുന്ന മരത്തിന് മുകളിലേക്ക് ചാടി കയറുകയും അവിടുന്ന് കുതിച്ച് ആടിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു. എല്ലാം സെക്കൻഡുകൾ വ്യത്യാസത്തിലായിരുന്നു. ആടിന് മുകളിലേക്ക് ചാടി വീണ പുലി അതിനെ കടിച്ചു കുടഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും പാഞ്ഞു വന്നത് ഞാനിരുന്ന മരത്തിൻ്റെ അരികിലേക്കാണ്. ഒട്ടും സമയം കളയാതെ അവൻ മരത്തിൻ്റെ മുകളിലേക്ക് ചാടിയെടുത്തു. അപ്പോൾ തന്നെ എനിക്ക് കൃത്യമായ ബോധം വീണ് കഴിഞ്ഞിരുന്നു. മരത്തിന് മുകളിൽ പതുങ്ങിയിരുന്ന് അവൻ കൃത്യമായി തന്നെ എന്നെ കണ്ടിരിക്കുന്നു എന്ന കാര്യം, അവൻ എൻ്റെ ചലനങ്ങൾ അത്രയും വീക്ഷിച്ചു എന്നിരിക്കുന്ന കാര്യം. എന്നാൽ അവന് തെറ്റിക്കഴിഞ്ഞിരുന്നു. മരത്തിന്മേൽ കെട്ടിയിട്ടിരിക്കുന്ന കൂർത്ത മുള്ളുകൾ തറച്ച പലകകളും വലിഞ്ഞു കെട്ടിയിരിക്കുന്ന കൂർത്ത കമ്പികളും അവൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അവൻ്റെ കാലിലും ശരീരത്തിലുമായി തുളച്ചു കയറിയ കമ്പികൾ അവൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയെന്ന് മനസ്സിലായി. കാരണം അവൻ ചാടിയതുപോലെ തന്നെ തിരിച്ചും ചാടി. അവനൊന്ന് ഉച്ചത്തിൽ ഗർജിച്ചു. ഞാനിരുന്ന മരത്തിനു ചുറ്റും അവനൊന്ന് വളയം വെച്ചു. എന്നെ അവൻ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ കലി എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അതെ, ആളുകൾ പറഞ്ഞ വാല് മുറിഞ്ഞ ആ നരഭോജിയായ പുലിയാണ് എനിക്ക് താഴെ മരണം നൽകുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഒരിക്കലും എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാറില്ല. ആ പുലി ഈ മരത്തിൽ കയറാതിരിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ജീവൻ ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. ആ പുലി പല തവണയും ആ മരത്തിലേക്ക് കയറുവാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. എന്നാൽ അതെല്ലാം ആ മുള്ളുകമ്പികൾ വിഫലമാക്കി തീർത്തു. അവിടെ ചുറ്റിയിരിക്കുന്ന മുള്ളുകമ്പികളും പലകകളും മാന്തി പൊളിക്കുവാൻ അവൻ വിപുലമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ ഒരു അവസരത്തിന് വേണ്ടി ആ മരത്തെ വലം വെച്ച് എന്നെ രൂക്ഷമായി നോക്കി നിന്നു. അവൻ്റെ പ്രവൃത്തികളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാൻ ആ മരത്തിൽ അങ്ങനെ ഇരുന്നു. എൻ്റെ റൈഫിൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് അവന് നേരെയാണ്. ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവൻ വീണ്ടും മരത്തിലേക്ക് ചാടി കയറുവാൻ ഒരു ശ്രമം നടത്തിയ സമയം എൻ്റെ കാലുകൾ ഞാനിരിക്കുന്ന ശിഖരത്തിലേക്ക് ഇറുക്കിപ്പിടിച്ച് വലത്തേക്ക് ചെരിഞ്ഞ് ഒട്ടും സുഖമല്ലാത്ത രീതിയിലിരുന്ന് ഒരു ഷോട്ട് ഞാൻ പായിച്ചു. അത് തുറച്ചു കയറിയത് അവൻ്റെ പുറത്തേക്കാണ്. ഗ്രാമം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദമായിരുന്നു അവിടെ ഉണ്ടായത്. അതിനേക്കാൾ ഉച്ചത്തിൽ ആ പുലിയുടെ ഗർജനവും. അവൻ വനം ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങി. ഞാൻ വീണ്ടും ഒരു തിര കൂടി വെച്ചു. അതും കൃത്യമായി അവൻ്റെ കഴുത്തും ഉടലും ചേരുന്ന ഭാഗത്തേക്ക് തുളച്ചു കയറിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെടിയുണ്ട അവൻ്റെ ശരീരത്തിൽ തുളച്ച സമയം അവൻ ഇടത്തേക്കൊന്ന് ചരിഞ്ഞ് വീണിരുന്നു. വീണ്ടും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുകയായിരുന്നു. അവൻ്റെ ഗർജനം അലയൊലികൾ അവിടെ ഉയർന്ന് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അവൻ ദൂരേക്ക് മറയുന്നത് വരെയും. ആ പുലി വനത്തിലേക്ക് ഓടി മറഞ്ഞ സമയം തന്നെ ഗ്രാമത്തിലെ ആളുകളെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി ഞാനൊരു സിഗ്നൽ കൊടുത്തിരുന്നു. ഞാനിരിക്കുന്ന മരത്തിനും ഗ്രാമീണർ താമസിക്കുന്ന കുടിലിനും ഇടയ്ക്കായി അവർ റാന്തൽ കത്തിച്ചു വെച്ചിരുന്നു. ആ റാന്തൽ ഞാൻ വെടിവെച്ചിട്ടു. അതായിരുന്നു അവർക്ക് കൊടുത്ത സിഗ്നൽ. അവർ പോകുന്നതിന് മുന്നേ വെടിയൊച്ചകൾ ഉയർന്നു കേട്ടാലും ഇവിടേക്ക് വരരുതെന്ന് അവർക്ക് കർശനമായ നിർദ്ദേശം ഞാൻ നൽകിയിരുന്നു. അതുകൊണ്ടാണ് അവിടെ 2 വെടിശബ്ദങ്ങൾ കേട്ടിട്ടും അവർ വരാഞ്ഞത്. അധികം വൈകാതെ തൻ്റെ സുഹൃത്തായ മാരിയപ്പനും സംഘവും അവിടേക്ക് ഓടിയെത്തി. മരത്തിൽ ചുറ്റിവെച്ചിരുന്ന കമ്പികൾ അഴിച്ചു, തടികൾ അഴിച്ചു. ഞാൻ പതിയെ മരത്തിന് താഴേക്കിറങ്ങി. ചുറ്റിവെച്ച കമ്പികളിലും അടിച്ചു കയറ്റിയ മുള്ളുകളിലും അവൻ്റെ രക്തം പറ്റിയിരുന്നു. അവിടെയാകെ രക്തം ചിതറിക്കിടന്നിരുന്നു. അവൻ ഓടിപ്പോയ പാതയിലേക്ക് ഞാൻ അല്പദൂരം നടന്നിരുന്നു. അവൻ ഓടിപ്പോയ വനപാതയുടെ ഇരുവശവും വളർന്നു നിൽക്കുന്ന ചെടികളിലും ഇലകളിലുമെല്ലാം രക്തത്തുള്ളികൾ കാണുവാൻ സാധിക്കുമായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തായ മാരിയപ്പനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അയാളോട് പറഞ്ഞു, നാളെ നേരം പുലരുമ്പോൾ തന്നെ നമുക്ക് അവനെ തിരക്കി വനത്തിലേക്ക് പോകേണ്ടതുണ്ട്.
അതിനുവേണ്ടി ഒരു സംഘം ആളുകളെ നീ തയ്യാറാക്കി നിർത്തണം. ഞാൻ ഉതിർത്ത 2 ഷോട്ടുകളും കൃത്യമായി അവൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിച്ചിരിക്കുന്നു. അതിലൊന്ന് അവൻ്റെ ജീവൻ എടുക്കാൻ പോകുന്നതാണ്. എങ്കിലും അവൻ മരിച്ചോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ പോകുന്ന വഴിയിൽ തന്നെ അവൻ്റെ ശരീരം നമ്മൾ കണ്ടെത്തിയേക്കാം. ഇല്ലെങ്കിൽ അവൻ രക്തം വാർന്ന് എവിടെയെങ്കിലും വിശ്രമിക്കുകയായിരിക്കാം. അങ്ങനെ വിശ്രമിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവൻ എടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ചട്ടം കെട്ടിയ ശേഷം ഞാനും എൻ്റെ സുഹൃത്തും തിരികെ വീട്ടിലേക്ക് മടങ്ങി. നേരം പുലർന്നപ്പോൾ തന്നെ ഒരു വലിയ സംഘം ആളുകൾ തന്നെ ഞങ്ങളുടെ വീടിന് മുറ്റത്ത് കൂടിയിരുന്നു. അവരെയും കൂട്ടിക്കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചു. അതിനു മുന്നേ അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു. വെടിയേറ്റ മൃഗം അല്ലെങ്കിൽ മുറിവേറ്റ മൃഗം അത്യധികം അപകടകാരിയാണ്. ഓരോ നിമിഷവും സൂക്ഷിച്ചു വേണം നിങ്ങൾ മുന്നിലേക്ക് തിരഞ്ഞു നടക്കുവാനെന്ന്. അങ്ങനെ ആ സംഘത്തെ കൂട്ടി ഞങ്ങൾ അവിടെ പുലി അവശേഷിപ്പിച്ച രക്തത്തിൻ്റെ പാടുകളെ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുറ്റിക്കാടുകളും ഇടതൂർന്ന മരങ്ങളും പിന്നിലാക്കിക്കൊണ്ട് കയറ്റങ്ങളും ഇറക്കങ്ങളും നടന്ന് ഞങ്ങൾ മുന്നിലേക്ക് യാത്ര തുടങ്ങി. പുലിയുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തപ്പാടുകളെ പിൻപറ്റിയാണ് ഞങ്ങൾ മുന്നിലേക്ക് നടന്ന് നീങ്ങിയത്. മുന്നിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ വനത്തിൻ്റെ കട്ടി കൂടി വരുന്നതും മരങ്ങൾ ഇടതൂർന്നു വരുന്നതും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് ഒരു താഴ്വാരയിലേക്കായിരുന്നു. ആ താഴ്വാരയിലേക്ക് പോകുന്ന സ്ഥലത്തെ പുല്ലുകൾ വകഞ്ഞു മാറ്റി ആ പുല്ലുകൾക്കിടയിൽ പറ്റിയിരിക്കുന്ന രക്തച്ചാലുകൾ ഞങ്ങൾ പരിശോധിച്ചു. ആ പുല്ലുകളുടെ ഇലകളിലും മറ്റും പറ്റിയിരിക്കുന്ന രക്തത്തുള്ളികളെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അത് നീണ്ടുപോകുന്ന പാത ഞങ്ങൾ വ്യക്തമായി പരിശോധിച്ചു. അങ്ങനെ ആ നീണ്ടുപോകുന്ന പാതയെ പിന്തുടർന്ന് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ ഞങ്ങൾ പതിയെ താഴ്വാര ഇറങ്ങി മുന്നിലേക്ക് നടന്നു നീങ്ങി. കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ആ ഭാഗം ഞങ്ങളൊന്ന് പരിശോധിച്ചു. അവൻ കുറച്ചു മുന്നേ ആയിരിക്കാം ഇവിടെ നിന്നും പോയിരിക്കുക. ഇതുവരെയും അവൻ ഇവിടെ വിശ്രമിക്കുകയായിരിക്കാം ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അവൻ്റെ ശരീരത്തിൽ നിന്നും മൂറിയിറങ്ങിയ രക്തം ഇവിടെ തളം കെട്ടിക്കിടന്നത്. അപ്പോൾ അവൻ ഇതുവരെയും മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനുണ്ട്. എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന്. ഞാൻ അദ്ദേഹത്തോട് വിശദമാക്കി പറഞ്ഞു. രക്തത്തിൽ സ്പർശിച്ചു നോക്കി. ഇപ്പോഴും ഈ രക്തത്തിന് ചെറിയ ചൂടുണ്ട്. അതുമാത്രമല്ല, അവൻ കിടന്നിരിക്കുന്ന സ്ഥലത്തെ പുല്ലുകൾ പതിയെ എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ. ഇതെല്ലാം ഒരടയാളമാണ്. അതുമാത്രമല്ല, ഇത്രയും രക്തം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ തികച്ചും അവശനായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ എവിടെയെങ്കിലും പതുങ്ങിക്കിടക്കുകയായിരിക്കും. ഇനിയും ഇത്രയും ആളുകളെയും കൊണ്ട് അവിടേക്ക് പോകുന്നത് മണ്ടത്തരമായിരിക്കും. ഒരുപക്ഷെ ആ നരഭോജി രക്ഷപ്പെട്ടേക്കാം. എനിക്കൊപ്പം വന്ന സുഹൃത്തിനെയും ആളുകളെയും ആ മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയ ശേഷം ഞാൻ വീണ്ടും മുന്നിലേക്ക് ആ പാടുകളെ പിൻപറ്റി നടന്നു നീങ്ങി. അവരെ അവിടെ നിർത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 1/2 മൈലോളം മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ അങ്ങകലെയായി ഒരു വലിയ പാറക്കൂട്ടവും അവിടെ വളർന്നു നിൽക്കുന്ന വലിയൊരു മരവും കാണുവാൻ ഇടയായി. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഏകദേശം 200 അടി അകലത്തിലാണ് അത് നിൽക്കുന്നത്. സൂക്ഷിച്ച് ഒന്ന് നോക്കിയപ്പോൾ ആ വലിയ മരത്തിന് താഴെയുള്ള ആ പാറയിൽ അവൻ കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഓരോ അടിയും സൂക്ഷിച്ച് വേണം മുന്നിലേക്ക് പോകുവാനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ അവനരികിലേക്ക് നടന്നു നീങ്ങി. ഞാനും അവനും തമ്മിൽ ഏകദേശം 25 അടി അകലം മാത്രമുള്ളപ്പോൾ അവൻ എൻ്റെ സാന്നിധ്യം മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. അവൻ രക്തം വാർന്ന് തളർന്ന് കിടക്കുകയാണെങ്കിലും അവൻ്റെ ഉള്ള ശക്തി അവൻ ആവാഹിച്ചെടുത്ത് ഒരു ആക്രമണത്തിന് കൂപ്പുകൂട്ടിയേക്കാം. അവന് ഒരിക്കലും ജയിക്കുവാൻ സാധിക്കില്ല എന്ന് അവൻ അറിയാം. എങ്കിലും എന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി അവൻ ശ്രമിച്ചേക്കാം. ഞാൻ അവൻ്റെ അരികിലെത്തിയിട്ടും അവൻ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടും അവന് എൻ്റെ നേരെ ഒന്ന് ആക്രമിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വളരെ വ്യക്തമായിരുന്നു. അവൻ്റെ ശരീരവും കഴുത്തും ചേരുന്ന ഭാഗത്തേക്ക് തുളച്ചു കയറിയിരിക്കുന്ന തിര മാരകമായ മുറിവാണ് അവനെ ഏകിയിരിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ആ പാറയിലേക്കും പാറയിൽ നിന്നും രക്തം നിലത്തേക്കും ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ അവനിൽ നിന്നും ഏകദേശം 10 അടി കൂടി മുന്നിലേക്ക് വന്നപ്പോൾ അവൻ പതിയെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അവന് ശരീരം അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ താഴേക്ക് വീണു. എങ്കിലും അവൻ്റെ ഉള്ള ആരോഗ്യം അവൻ ആവാഹിച്ചെടുത്തുകൊണ്ട് എനിക്ക് നേരെ പതിയെ എഴുന്നേറ്റ് നിന്നു. എന്നെ നോക്കി. അവൻ്റെ തളരുന്ന കണ്ണുകൾ ഞാൻ കണ്ടു. തലേന്ന് രാത്രിയിലെ ആ ക്രൂരത നിറഞ്ഞ നോട്ടം ഇപ്പോൾ അവനിലില്ല. തളർന്ന കണ്ണുകളും നിസ്സഹായത നിറഞ്ഞ നോട്ടവും മാത്രമാണ് അവനിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഞാൻ എൻ്റെ റൈഫിൾ എൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. തളർന്നു നിൽക്കുന്ന അവൻ്റെ നേരെ ഞാൻ ചൂണ്ടി. അവൻ്റെ 2 കണ്ണുകൾക്കിടയിലേക്ക് ഞാൻ എൻ്റെ തിര പായിച്ചു. കൃത്യമായി അവൻ്റെ തലയോട് തകർത്ത് അവൻ്റെ തലച്ചോറിനുള്ളിലേക്ക് എൻ്റെ തിര തുളച്ചു കയറി. അവനൊന്ന് അനങ്ങുവാൻ പോലും കഴിയാതെ പാറയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക്
നിലം പതിച്ചു. അവൻ്റെ അനക്കമില്ലാത്ത ശരീരം ഞാൻ നിലത്തേക്കിറങ്ങി ഒന്ന് പരിശോധിച്ചു. അവൻ്റെ വാല് പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശരീരത്തിലേറ്റ ഈ മുറിവായിരിക്കാം മനുഷ്യനോടുള്ള പകയ്ക്ക് കാരണം. അവൻ്റെ പല്ലുകളും നഖങ്ങളും ഞാൻ പരിശോധിച്ചു. പ്രായാധിക്യമൊന്നും അവനെ ബാധിച്ചിട്ട് പോലുമില്ല. കാരണം ഏകദേശം 8-9 വയസ്സിനോടടുത്തു മാത്രമാണ് അവന് പ്രായമുള്ളത്. ഉച്ചത്തിലുള്ള വെടിയൊച്ചകൾ കേട്ടതും ഞാൻ നിർത്തിയിരുന്ന ആളുകൾ അവിടേക്ക് ഓടിയെത്തി. ഏകദേശം 10-15 മിനിറ്റുകൾ കൊണ്ട് തന്നെ അവർ ഞാനിരുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും പല കാര്യങ്ങളും ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ആ മരത്തിന് ചുവട്ടിൽ കിടന്ന അസ്ഥിക്കഷ്ണങ്ങളും തലയോടുകളും, ആ പാറക്കെട്ടുകൾക്കിടയിലെ ആ ചെറിയ ഗുഹയിൽ അസ്ഥിക്കഷ്ണങ്ങളും എല്ലും കഷ്ണങ്ങളുമെല്ലാം കാണാമായിരുന്നു. അതോടെ ഞാനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിൽ നിന്നും മറ്റും കാണാതായ ആളുകളെ ഒരു പക്ഷേ അവൻ ഇവിടേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവന്നായിരിക്കാം ആഹരിച്ചിരുന്നത്. ഒരു പുലിക്ക് ജീവിക്കുവാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പാറക്കെട്ടുകൾ, വലിയ മരം, ഗുഹകൾ, അതിനരികിലൂടെ ഒഴുകുന്ന ചെറിയ നീർച്ചാല്, അരുവികൾ, ഒളിച്ചിരിക്കുവാൻ പറ്റിയ സ്ഥലങ്ങൾ എല്ലാം. അതുകൊണ്ടായിരിക്കാം ഇതുവരെയും ആരും തന്നെ പിന്തുടർന്ന് ഇവിടേക്കാരും എത്താഞ്ഞത്, ശരീരങ്ങൾ കണ്ടെത്താഞ്ഞത്. അവിടേക്ക് ഓടിയെത്തിയ ആളുകളും ഈ കാഴ്ചകൾ കണ്ടിരുന്നു. അവരും ഞടുങ്ങിപ്പോയി. എന്നാലും അവരെ ഏറെ സന്തോഷിപ്പിച്ചത് ജീവനില്ലാതെ കിടക്കുന്ന ആ നരഭോജിയായ പുലിയുടെ ശരീരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ വലിയ മരത്തിൽ നിന്നും വലിയൊരു ശിഖരം വെട്ടിയെടുത്ത് ആ പുലിയെ കാലുകൾ തമ്മിൽ കെട്ടി അവർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ഇനിയും ഇവിടേക്ക് മടങ്ങിയെത്താമെന്നും ഇവിടെ കണ്ട അസ്ഥിക്കഷ്ണങ്ങളും തലയോടുകളും ശേഖരിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാമെന്നും വേണ്ട ക്രിയകൾ നടത്തി അതിനെയും അടക്കം ചെയ്യാമെന്നും അവിടുത്തെ ആളുകൾ പറയുന്നതും ഞാൻ കേട്ടിരുന്നു. എൻ്റെ സുഹൃത്ത് സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. ഞാനും അവനും കൂടി തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.